925. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 79.2. ആദ്യം നോക്കുക. ആദ്യം നോക്കേണ്ടത് 79.2 ആണ്. ആദ്യം നോക്കേണ്ടത് 79.2 ആണ്. ആദ്യം നോക്കേണ്ടത് 79 ആണ്. 79 ആദ്യം നോക്കുക. 79.2. അപ്പോൾ 0 1 2 ഇവിടെ വരും. 8987. ദാറ്റ് ഈസ് ഈ 2 താഴോട്ടേക്ക് നോക്കുക. ആൻഡ് 79 രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത് 8987 ആണ്. 8987നോട് നെക്സ്റ്റ് വാല്യൂ, നെക്സ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 5. ഓക്കെ, 5 എന്ന് പറയുന്നത് മെയിൻ ഡിഫറൻസിൽ നോക്കുക. ഓക്കെ, 5 എന്ന് പറയുന്നത് മെയിൻ ഡിഫറൻസിൽ നോക്കുക. 5ന്റെ താഴെ ഇങ്ങനെ വരിക. ആൻഡ് 79ന്റെ അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ 3 ആണ് അല്ലേ? 3 ആണ്. അപ്പോൾ 8987 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8990. ഓക്കെ, എന്താ ചെയ്തത്? നമ്മൾ 79.5 ആണ് നമ്മുടെ വാല്യൂ. 79 നോക്കി, ഈ ഫസ്റ്റ് കോളത്തിലുള്ള 79 നോക്കി. ആൻഡ് 2 ഇങ്ങനെയുള്ള ഈ കോളത്തിൽ 2 നോക്കി. അപ്പോൾ രണ്ടും ഇങ്ങനെ താഴോട്ടേക്ക് നോക്കി. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത് 8987 ആണ്. ആൻഡ് അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അടുത്ത വാല്യൂ 5 ആണ്. അപ്പോൾ 5ഉം ഈ 79ഉം ഇന്റർസെക്ട് ചെയ്യുന്നത് 3യിലാണ്. അപ്പോൾ ഈ 8987നോട് 3 ആഡ് ചെയ്യുക. അപ്പം 8990 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. അപ്പോൾ നമ്മൾ എഗെയിൻ നമ്മളിവിടെ നോക്കേണ്ടത് ഈ 1നേക്കാളും കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് കഴിഞ്ഞ് ഒരു 0 ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് 0 1 ആൻഡ് വി ഹാവ് ടു ആഡ് 1. സോ n+1 ആണ് ക്യാരക്ടറിസ്റ്റിക് കാണാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് ഇവിടെ ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ എന്ത് വരും? നേരത്തെ പോലെ തന്നെ 2 പോയിന്റ് വരും. ഓക്കെ, ഒരു 0 ആണുള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് 2 എന്ന് വരും. നമ്പർ ഓഫ് 0 പ്ലസ് 1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് ലോഗരിതം വെച്ചിട്ട് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു.